ലോകത്തെ നടുക്കിയ അനേകം പേരുടെ ജീവനെടുത്ത കോവിഡ്-19 എന്ന മഹാമാരിയുടെ ഉത്ഭവത്തെക്കുറിച്ച് തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടെ അമേരിക്കയ്ക്കെതിരെ ശക്തമായി തിരിച്ചടിച്ച് ചൈന ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയിലെ ലാബ് ചോർച്ചയെ കുറ്റപ്പെടുത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പാൻഡമിക് പ്രതികരണത്തെക്കുറിച്ചുള്ള ഒരു ധവളപത്രത്തിൽ കോവിഡ്-19 അമേരിക്കയിൽ നിന്നും ഉത്ഭവിച്ചിരിക്കാം എന്ന വാദം ചൈന വീണ്ടും ആവർത്തിക്കുകയാണ്. ഏപ്രിൽ 18 വൈറ്റ് ഹൗസ് ഒരു കോവിഡ്-19 വെബ്സൈറ്റ് ആരംഭിച്ചിരുന്നു. അതിൽ ചൈനയിലെ ലാബ് ചോർച്ചയിൽ നിന്നാണ് കൊറോണ വൈറസിൻ്റെ ഉത്ഭവം എന്നാണ് ട്രംപ് ഭരണകൂടം ആരോപിച്ചിരുന്നത്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, മുൻ ഉന്നത അമേരിക്കൻ ആരോഗ്യ ഉദ്യോഗസ്ഥൻ ആന്റണി ഫൗസി, ലോകാരോഗ്യ സംഘടന എന്നിവരെ ട്രംപ് ഭരണകൂടം അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ചൈനയിലെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സിൻഹുവ പുറത്തിറക്കിയ ധവളപത്രത്തിൽ കോവിഡ്-19 ഉത്ഭവത്തെക്കുറിച്ചുള്ള വിഷയം അമേരിക്ക രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് ചൈന ആരോപിക്കുന്നു. സംരക്ഷണ മെഡിക്കൽ ഉപകരണങ്ങൾ പൂഴ്ത്തിവെച്ചതിനും പകർച്ചവ്യാധി മറച്ചുവെച്ചതിനും ചൈനയ്ക്കെതിരെ $24 ബില്യൺ നഷ്ടപരിഹാരം നൽകാൻ മിസോറി കോടതി ഉത്തരവിട്ട സംഭവവും അതിൽ പറയുന്നുണ്ട്. ലോകാരോഗ്യ സംഘടനയുമായും അന്താരാഷ്ട്ര സമൂഹവുമായും ചൈന പ്രസക്തമായ വിവരങ്ങൾ സമയബന്ധിതമായി തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയും ചൈനയും നടത്തിയ സംയുക്ത പഠനത്തിൽ ലാബ് ചോർച്ച ഒരിക്കലും സാധ്യതയില്ല എന്ന നിഗമനത്തിലെത്തിയതായും അറിയിച്ചിരുന്നുവെന്നും ഈ ധവളപത്രത്തിൽ പറയുന്നു. ഔദ്യോഗികമായി അവകാശപ്പെടുന്ന സമയപരിധിക്ക് മുമ്പും ചൈനയിൽ കോവിഡ് പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പും അമേരിക്കയിൽ കോവിഡ്-19 ഉയർന്നു വന്നിരിക്കാമെന്ന് ഗണ്യമായ തെളിവുകൾ ഉണ്ടെന്നാണ് ചൈനയിലെ ഷീ ഭരണകൂടം ഇതിൽ വ്യക്തമാക്കുന്നത്. ഈ വിഷയത്തിൽ ഒരു നിഗമനത്തിലെത്താൻ കഴിയില്ലെന്ന് വർഷങ്ങളായി ഏജൻസി പറഞ്ഞിരുന്നെങ്കിലും പ്രകൃതിയിൽ നിന്നല്ല, ചൈനയിലെ ഒരു ലാബിൽ നിന്നാണ് പാൻഡമിക് ഉയർന്നു വന്നതെന്ന് ജനുവരിയിൽ CIA ചൂണ്ടിക്കാണിച്ചിരുന്നു. നേരത്തെയും കോവിഡ് വിഷയത്തിൽ അമേരിക്കയ്ക്കെതിരായ ആരോപണം ഉണ്ടായിരുന്നു. കൊറോണ എന്ന കുഞ്ഞു വൈറസിനെ തുറന്നുവിട്ട് ലോകത്തെ സർവ്വ മേഖലകളെയും നാശത്തിലേക്ക് തള്ളിവിട്ടതിന് എല്ലാവരും ചൈനയെ പഴിചാരുമ്പോൾ ഒരു അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറയുന്നത് ചൈനയല്ല, അമേരിക്കയാണ് ഈ കുഞ്ഞൻ വൈറസിനെ അഴിച്ചുവിട്ടത് എന്നാണ്. 2 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് 2022 അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജെഫ്രി സാറ്റ്സ് ഇക്കാര്യം പറയുന്നത്. കൊറോണയുടെ ഉത്ഭവം അമേരിക്കൻ ബയോടെക്നോളജി ലാബിൽ നിന്നാണെന്ന കാര്യം തനിക്ക് സംശയരഹിതമായി ബോധ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ലോകത്തിലെ ഏറ്റവും സ്വാധീനമേറിയ 100 പേരിൽ ഒരാളായി ടൈം മാസിക 2 തവണ തിരഞ്ഞെടുത്തിട്ടുള്ള പ്രൊഫസർ സാറ്റ്സ് പക്ഷേ 100% ഉറപ്പ് പറയുന്നുമില്ല. എന്നാൽ ഇത് അമേരിക്കൻ ലാബിൽ നിന്നാണ് ചോർന്നതെന്നാണ് ഇതുവരെ ലഭിച്ച തെളിവുകൾ പറയുന്നതെന്നും ഇക്കാര്യത്തിൽ സർക്കാർ ഒരു അന്വേഷണത്തിന് തയ്യാറായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സത്യം പുറത്തു വരും എന്നതിനാലാണ് ആ അന്വേഷണം നടത്താൻ അമേരിക്കൻ സർക്കാർ മടിക്കുന്നതെന്നും പ്രൊഫസർ സാറ്റ്സ് പറഞ്ഞു. നേരത്തെ ഉയ്ഗൂർ മുസ്ലിങ്ങൾക്കിടയിൽ വംശഹത്യ നടക്കുന്നു എന്നത് വ്യാജ പ്രചരണം ആണെന്ന് പറഞ്ഞ വ്യക്തി കൂടിയാണ് പ്രൊഫസർ സാറ്റ്സ്. അതുകൊണ്ട് തന്നെ ഷീയുടെ സ്തുതിപാഠകൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിമർശകർ അദ്ദേഹത്തെ വിളിക്കുന്നത്.